ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വർത്തമാനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഇന്നലെ ഒരു ഉച്ച ആയപ്പോൾ ഇതിന് വെയിലൊന്നുമില്ല കേട്ടോ. ഭയങ്കര ഒരു മഴക്കാറ് മൂടിങ്ങോണ്ട് നിൽക്കുക കേട്ടോ. എപ്പോഴും മഴ പെയ്യൊന്നുമില്ല, ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ഉച്ച ഏകദേശം ആയപ്പോൾ ഇങ്ങനെ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറ്റാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ 2 ദിവസം ഭയങ്കര വെയിൽ ചെയ്യുന്നു കേട്ടോ. ഭയങ്കര ചൂടുണ്ടായിരുന്നു കേട്ടോ വെയിലിന്. അപ്പോൾ ഈ റമദാനായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ കിട്ടുന്നുണ്ട്. വലിയൊരു ക്ഷീണം കുഴപ്പമൊന്നും തോന്നണില്ല കേട്ടോ. അപ്പോൾ ആ മഴ പിന്നെ നല്ലോണം പെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പം മഴ പെയ്തപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തണുപ്പും പിന്നെ തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടത്തിലാറെ മഴ വേറെ എവിടേക്കേ പെയ്യുന്നുണ്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ വരുന്നത് തോന്നുന്നത്. എന്തായാലും മഴ പെയ്യുന്നത് നോമ്പിനൊരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത് കേട്ടോ. പിന്നെ മഴ പെയ്യുമ്പോൾ നമുക്ക് മാത്രമല്ല കേട്ടോ, ഈ ചെടികൾക്കും ഈ മരങ്ങൾക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു സന്തോഷമുള്ള മാതിരി തോന്നിട്ടോ. കാരണം എന്താണെന്ന് പറയുക, വെയിലായി കഴിഞ്ഞാൽ അവരിങ്ങനെ വാടി ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. മഴ കിട്ടിയാൽ പിന്നെ മരങ്ങളും ചെടികളൊക്കെ ഒന്നും ഇങ്ങനെ തെളിയും കേട്ടോ. ഇവിടെ ഒരു മാംഗോസ്റ്റിൻ്റെ മരം കേട്ടോ, അതിന് തീരെ വെള്ളം കിട്ടാതൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല വെയിലാണെങ്കിൽ അത് പറ്റി ഉണങ്ങും, നല്ല വെള്ളമാണ് അതിന് കേട്ടോ. അപ്പം എൻ്റെ അമ്മ കുറേ ദിവസമായിട്ട് അത് നോമ്പറന്ന് പൊയ്ക്കോളി പറഞ്ഞങ്ങാണ്ട് വിളിക്കണം, എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞങ്ങാണ്ട് പോകാനുള്ള മടിയുണ്ട് ഇങ്ങനെ ഞങ്ങൾ മാറലാണ്. അപ്പം ഇന്ന് എന്തായാലും അമ്മായിയൊക്കെ വരുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ വരണമെന്ന് പറഞ്ഞങ്ങാണ്ട് ഉമ്മ വിളിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകാൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് നിൽക്കാൻ ഐഷുമോൾ. പിന്നെ ഐഷുമോക്കിലെ ഡ്രസ്സൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് ഉള്ളത് കേട്ടോ. മുടിയൊക്കെ വാർന്ന് ഹെയർ പെയിൻ്റൊക്കെ വെച്ച് എന്നിട്ട് ഒരു മാല ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾക്കത് കെട്ടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനതെടുത്തങ്ങാണ്ട് കെട്ടിക്കൊടുത്തിട്ട് ആദ്യമായിട്ടാണ് ഓൾ കെട്ടുന്നത് ഈ മാല. അപ്പോൾ ഓൾക്കിത് കെട്ടിക്കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഓളൊരുക്കങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഓൾ എന്നോട് ചോദിച്ചു, ഞാൻ സുന്ദരി ആയിക്കണമെന്നൊക്കെ പറഞ്ഞാൽ എനിക്കിങ്ങനെ കാട്ടിയൊക്കെ തന്നിട്ടോ. അപ്പോൾ ഞാൻ നല്ല സുന്ദരി ആയിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിട്ടോ. അപ്പോൾ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ അടുത്തില്ല 2 വലിയ ജഗ്ഗൊന്നും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളിയായിട്ടാണോ കാര്യമായിട്ടാണോ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ആ 2 ജഗ്ഗും കൂടി കയ്യിൽ പിടിച്ചിരിക്കുന്നു കേട്ടോ. എന്തായാലും ജ്യൂസ് പറഞ്ഞ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ ഇതാ ഞങ്ങളിങ്ങനെ പോയി കൊണ്ട് ആണെങ്കിൽ ഇതാ പുറത്തത്തെ നല്ല കാഴ്ചകളൊക്കെ അങ്ങനെ കാണുകയാണ്. അപ്പോൾ ഗ്ലാസ്സൊക്കെ താത്തിയിട്ടുള്ളൂ. ആ പുറത്തത്തെ നല്ല മഴ പെയ്ത ചോർന്ന സമയമായതുകൊണ്ടൊക്കെ ഭയങ്കര കാറ്റിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ AC ഒക്കെ ഓഫാക്കിങ്ങാണ്ട് ഇങ്ങനെ അവൾ ആ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പോവുകയാണ് കേട്ടോ ഞങ്ങൾ. പിന്നെ പോകണ വഴിക്ക് സമയം ഉണ്ടെങ്കിൽ ഐഷുവിന് പെരുന്നാൾക്ക് ഡ്രസ്സ് നോക്കണമെന്നിരുന്നു. ഐഷുവിന് മാത്രമല്ല, എനിക്ക് ചുരിദാർ നല്ലത് കാണുകയാണെങ്കിൽ അതും നോക്കണം എന്ന് എഴുതിങ്ങാണ്ട് പോകണ വഴിക്ക് ഏകദേശം കുഴപ്പമില്ല എന്നുള്ളൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയിട്ടോ. അങ്ങനെ ഉള്ളിൽ കയറിയങ്ങാണ്ട് ചുരിദാറുകളൊക്കെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. കാര്യമായിട്ട് ഐഷുവിന് എടുക്കാനാണ് കയറിയത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാത്തൊക്കെ ഇങ്ങനെ കണ്ടു. പിന്നെ എനിക്കുള്ളത് പിന്നെ ആക്കാൻ ചെയ്തത്. പിന്നെ ഐഷുവിൻ്റെ ഡ്രസ്സുകളൊക്കെ നോക്കിട്ടോ. അപ്പം അങ്ങനെ നോക്കി ഒരുവിധം കുഴപ്പമില്ലാന്ന് കണ്ടപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാന്ന് കാണുന്ന ഒക്കൊന്നും സൈസ് ഉണ്ടാവില്ല പറ്റിയതൊക്കെ കാണുമ്പോൾ കേട്ടോ. അങ്ങനെ അവരോട് ഞങ്ങളതൊന്ന് എടുത്ത് വെക്കൊണ്ട് മടങ്ങുമ്പോൾ വരാമെന്നങ്ങാണ്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. അപ്പം ഇങ്ങനെ എന്താ കോട മൂടിയ പോലെ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. അങ്ങനെ ഏകദേശം ഞങ്ങൾ വീട്ടിലേക്ക് എത്താറായിട്ടോ. അപ്പോൾ അമ്മായിയും കുട്ടികളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതേമാതിരി എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ളൂ കാണുക. അവരും കൂടി വരുന്ന സമയത്തുള്ള അവരെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അവരെയും കൂടി കാണാമല്ലോ എന്ന് കരുതിങ്ങണ്ട് അങ്ങനെയുള്ളൊരു നോമ്പ് തുറക്കാൻ പോകലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ വേറെ വണ്ടികളൊന്നും കാണാതായപ്പോൾ എനിക്ക് തോന്നി അമ്മായി ഒന്നും എത്തിയിട്ടുണ്ടാവില്ല എന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്താനായപ്പോൾ തന്നെ ഉമ്മയൊക്കെ അടങ്ങി നിൽക്കുന്നുണ്ട് ഞങ്ങളെ കാത്തുങ്ങാണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഉമ്മാക്കെടുത്ത 2-3 മാക്സികളും പെരുന്നാൾക്കെടുത്ത ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കാട്ടിത്തന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കണ്ടുങ്ങാണ്ട് അടുക്കളയിൽ പോയി നോക്കുമ്പോൾ എല്ലാം റെഡിയാക്കി പ്ലേറ്റിലാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും അവിടെ ചെന്നപ്പോൾ ഒന്നും ഇല്ലേന്ന് കേട്ടോ. അപ്പോൾ ഒക്കെ റെഡിയാണ് പറഞ്ഞത്. ഏകദേശം നോമ്പ് തുറക്കണേൽ ഒരു അരമണിക്കൂർ മുമ്പാണ് ഞങ്ങളവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ അമ്മായിയൊക്കെ എത്തി. അമ്മായിൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കുട്ടി കേട്ടോ, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നീനെടുത്ത് ഇങ്ങനെ കളിപ്പിക്കുകയാണ് കേട്ടോ. നീനുവിന് എന്തായാലും കുട്ടിയെ നല്ലോണം പറ്റിയിരിക്കുന്നു തോന്നുന്നു. കുട്ടിക്ക് നീനുവിന് നല്ലോണം ഇഷ്ടമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഐഷു നീനു കൂടി ഇങ്ങനെ കളിപ്പിക്കുന്നു. അവർക്ക് ഞങ്ങൾ ചെല്ലുമ്പോഴേ അവിടെ ഒരു ഒച്ചയും വിളിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവരൊറ്റക്കല്ലേ. അങ്ങനെ
ആരും ഇല്ലല്ലോ. ഇമ്മയും ഇപ്പയും ഞങ്ങളുടെ വൈഫ് മാത്രമേ, കുട്ടീനെ 2 കുട്ടികളും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴേ ഒരു ഒച്ചങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ കൊണ്ടുപോയ ജഗ് വെറുതെ ആയില്ല കേട്ടോ. ആ ജഗ്ഗിൽ എന്തായാലും ജ്യൂസൊക്കെ വെച്ചിക്കണ്. അങ്ങനെ ഞാൻ എന്താ അവിടെ ചെന്നിട്ട് ആകെ എടുത്ത പണി ഇപ്പം എന്താണ് കേട്ടോ. അപ്പോൾ ഈ ഫുഡൊക്കെ ഒന്ന് മേശമ്മ കൊണ്ടുപോയേക്കുക. അങ്ങനെ ഏകദേശം ബാങ്ക് കൊടുക്കാനായി. ഞങ്ങളെല്ലാവരും നോമ്പൊക്കെ തുറന്നു കേട്ടോ. അങ്ങനെ വലിയൊരു പരിപാടി ഒന്നല്ല കേട്ടോ, സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പെട്ടെന്ന് തട്ടിക്കൂടി ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ നോമ്പൊക്കെ തുറന്നപ്പോൾ ഇതാക്കണ ഞങ്ങളുടെ വൈഫ് കേട്ടോ, ലീനു കേട്ടോ അവൾ വിളിക്കൽ. അപ്പോൾ ലീനു ഞങ്ങൾക്ക് ഓളെ ഡ്രസ്സുകളൊക്കെ ഒന്ന് ഇങ്ങനെ കാട്ടിത്തന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നല്ല രസമുള്ള ഡ്രസ്സ് തന്നെയാണ്. അതേപോലെ കുട്ടികളുടെ ഡ്രസ്സും ഒക്കെ കാട്ടിത്തന്നു കേട്ടോ. അങ്ങനെ അധിക സമയമൊന്നും വർത്താനം പറഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് ഇല്ലേന്ന്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് പോകുകയും ചെയ്തിരിക്കുന്നു കേട്ടോ. അങ്ങനെ അമ്മായിൻ്റെ അളിയാക്കാക്ക്, അങ്ങനെ അമ്മായിൻ്റെ ഹസ്ബൻഡിനെ അളിയാക്കാന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ അളിയാക്കാക്ക് പെട്ടെന്ന് തറാവിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പിന്നെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലാണെങ്കിൽ നമ്മൾ കുറേ കഴിഞ്ഞിട്ടല്ലേ കഴിക്കുക. അത് കഴിച്ചതുകൊണ്ട് പിന്നെ അവർ പോകാൻ നേരത്തെ അവരുടെ വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം എന്തുകൊണ്ട് കാരണം അങ്ങനെ അതൊക്കെ ശരിയാക്കി അവർ പോയിട്ട്. പിന്നെ അമ്മ എനിക്ക് അത്താഴത്തിന് ഇല്ല കറിയും ഉപ്പേരിയും മീനും ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. മീനല്ല, ബീഫ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അമ്മ ഒരു ടിന്നിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് തരാമെന്ന്. അപ്പോൾ ഞാൻ അത് വേണ്ട, വണ്ടിയിൽ പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കവറില്ലേ, അപ്പോൾ ആ കവറിലൊക്കെ ആക്കിങ്ങാണ്ട് പാവട്ടോ അമ്മ അതൊക്കെ എനിക്ക് ഇട്ട് തന്നിട്ടോ. അതുകൊണ്ട് എനിക്ക് ഞാൻ ചെന്നിട്ട് ഒന്നും ഉണ്ടാക്കണ്ട, നേരെ പോയിങ്ങാണ്ട് കടന്നുറങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഉമ്മാരൊക്കെ ഉണ്ടെങ്കിലുള്ളില്ലേ ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാവുക അങ്ങനത്തെ സുഖങ്ങളൊക്കെ. എന്തായാലും ഞാനും കൂടി അറിഞ്ഞിട്ടില്ലെന്ന് കേട്ടോ. അപ്പം ഉമ്മ എനിക്ക് കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ഉമ്മ പോരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളത് എനിക്ക് ഉണ്ടാക്കി കണ്ട് തരും. ഇനിയിപ്പോൾ നോമ്പാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ കേട്ടോ. ഉച്ചക്ക് പോയാൽ വൈകുന്നേരത്തിനുള്ളത് ഉമ്മ തരും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയിട്ട് പോരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഫാൻസി കയറുന്നു. എനിക്ക് മൈലാഞ്ചൊക്കെ വാങ്ങാൻ. അപ്പോൾ ഐഷുമാക്ക് 2 ഹെയർ ബാൻഡൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ ഈ പാവക്കുട്ടി കണ്ടപ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇത് വാങ്ങി ഞങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് ബാറ്ററിക്കൊന്നല്ല കേട്ടോ, ഇതിൻ്റെ ബാക്കിലൊരു വള്ളിയുണ്ട്, അത് വലിച്ച് വിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ നീളത്തിൽ പോകും കേട്ടോ. അപ്പോൾ ഓക്കെ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിക്കണം. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഡ്രസ്സൊന്നും കഴിച്ചിടാമെന്നില്ല കേട്ടോ. അപ്പോൾ അയിമ്മ കളി തുടങ്ങി കേട്ടോ. പാവനെ കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, എനിക്കും ഇഷ്ടമായിക്കണേ പാവനെ. അപ്പോൾ ഇതാ ഇങ്ങനെ നൂല വലിച്ചിന് വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പോകണ പാവക്കുട്ടിയാണ് കേട്ടോ. ഇതെൻ്റെ അവപ്പം നീളത്തിൽ പോയിട്ടില്ല, ശരിക്കും നീളത്തിലാണ് പോകും കേട്ടോ. അങ്ങനെ റാമി എന്തോ കടയിൽ നിന്ന് വാങ്ങിയെന്ന് വിട്ടാ പൊട്ടണ എന്തോ ഒരു പടക്കം പോലത്തെ സാധനം ഇട്ടു. അപ്പം അതൊന്ന് വന്ന് കണ്ടു നോക്കി അറിഞ്ഞാണ്ട് അങ്ങനെ അതും കണ്ടു കേട്ടോ. അപ്പം ഞങ്ങൾ പോയിട്ട് ഈ ഭാഗത്തേക്ക് ഭയങ്കര കാറ്റും മഴയൊക്കെ വന്നിക്കണ് തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഇല്ലേന്നല്ല, അതുകൊണ്ട് എനിക്കറിയില്ല ശരിക്കും. പക്ഷേ കറണ്ടൊക്കെ പോയിക്കണ്. പിന്നെ ഇലകളൊക്കെ നല്ലോണം ചാടിയത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഭയങ്കര കാറ്റും മഴയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വന്നപ്പം കറണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബായ്.